വയനാട് കോണിച്ചിറയിൽ വീണ്ടും കടുവ. ഇന്നു പുലർച്ചെ പശുക്കളെ ആക്രമിച്ചു കൊന്ന തൊഴുത്തിൽ കടുവ വീണ്ടും എത്തി. ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഈ കടുവയുടെ വിശദാംശങ്ങൾ? വയനാട് കേണിച്ചിറ എടക്കാട് എന്ന പ്രദേശത്ത് 3 ദിവസങ്ങളായി സ്ഥിതി ചെയ്യുന്ന കടുവയ്ക്കായുള്ള ഒരു തെരച്ചിലും മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നതിനിടെയാണ് ഇന്ന് അല്പസമയം മുൻപ് 9 മണിയോടുകൂടി കടുവ വീണ്ടും ഈ മാലിയേക്കൽ ബെന്നി, അതായത് കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ കടുവയെത്തി 2 പശുക്കളെ കൊന്ന മാലിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ വീണ്ടും കടുവയെത്തിയതായി ഉള്ള വിവരം വരുന്നത്. ഈ വീട്ടുകാർ തന്നെ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള വീട്ടുകാർ ഉൾപ്പെടെ നമ്മോട് പറയുന്നത്. ഏതായാലും ഇന്ന് വലിയൊരു പ്രതിഷേധം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതെല്ലാം ഈ കടുവയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടണമെന്നായിരുന്നു. അതിൽ 2 ദിവസം കൂടുവെച്ച് കാത്തിരുന്നിട്ടും കടുവ അകപ്പെടാതിരുന്ന സാഹചര്യത്തിലാണ് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നൊരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കടുവ ഈ 2 പശുക്കളെ കൂടി ആക്രമിച്ചു കൊന്ന പശ്ചാത്തലത്തിൽ ആ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. സർക്കാർ തലത്തിൽ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു ആ ഉത്തരവ് പുറത്തു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ വനവകുപ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രദേശത്ത് തിരച്ചിലെല്ലാം വനവകുപ്പ് നടത്തി. വെറ്ററിനറി ഉദ്യോഗസ്ഥരുടെ സർജന്മാരുടെ സംഘത്തെ ഇവിടേക്ക് അയക്കുകയും കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ നിർദ്ദേശിക്കുകയും എല്ലാം ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നടപ്പാക്കാനും എല്ലാം ഒരു തീരുമാനമുണ്ടായത്. ഏതായാലും അത്തരം നടപടികളെല്ലാം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ കടുവ വീണ്ടും എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. ആ റോഡിലൂടെ നടന്നു വന്ന കടുവ ഈ തൊഴുത്തിൽ വീണ്ടും എത്തി. ആ മൃതദേഹങ്ങൾ കിടന്നിരുന്ന പശുവിന്റെ ജനങ്ങൾ കിടന്നിരുന്ന സ്ഥലത്തെത്തി അത് ആ കടുവ ആ വിധത്തിൽ അവിടെ എത്തും എന്നുള്ളതാണ്. ഇത് ആ മൃതദേഹങ്ങൾ ആക്രമിച്ചു കൊന്നതിന് ശേഷം മടങ്ങിപ്പോയ കടുവ വീണ്ടും ജനങ്ങൾ ഭക്ഷിക്കാനെത്തുന്നതായിരിക്കാമെന്നുള്ളൊരു നിഗമനം വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ആയാലും അതേ സാഹചര്യത്തിൽ അതുപോലെ ഈ കടുവ ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ആശങ്കയുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. വലിയ പ്രതിസന്ധി ക്ഷീരകർഷക കൂടുതലുള്ള ഒരു മേഖലയാണ്. അവരുടെ വളർത്തു മൃഗങ്ങളെ ഈ വിധത്തിൽ കടുവ പിടിക്കുന്നതെല്ലാം ആ പ്രദേശത്ത് വലിയ പ്രതിസന്ധി. തീർച്ചയായും വയനാട് കേണിച്ചിറയിൽ കടുവ ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. 2 പശുക്കളെ അടക്കം അത് കൊന്ന് തിന്നുന്ന ഒരു സാഹചര്യമുണ്ട്. മയക്കുവെടി വെച്ച് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് അനൂപ് പറയുന്നത്.